മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാനിനെ പറ്റി നോക്കാം. അപ്പോൾ 2024 മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാനാണ് 2025 നൽകിയുണ്ടായത്. അത് ലഭിച്ചത് മഹോപാധ്യായ് സാധു ഭദ്രേഷ് ദാസ് ആണ്. ഇദ്ദേഹം ഒരു സംസ്കൃതം റൈറ്ററാണ്. മഹോപാധ്യായ് സാധു ഭദ്രേഷ് ദാസ് എന്ന് പറയുന്നത്. സ്വാമി നാരായണ സുധാ പുസ്തകം എന്ന് പറയുന്ന ആ രചനയ്ക്കാണ് ഇദ്ദേഹത്തിന് 2024 മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. എന്നാൽ 2023 മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ ലഭിച്ചൊരു മലയാളിയുണ്ട്. അദ്ദേഹമാണ് പ്രഭാവർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രൗദ്രസ്വാധികം എന്ന് പറയുന്ന പുസ്തകത്തിനാണ് കിട്ടിയത്. പ്രഭാവർമ്മയാണ് 2023 മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. എന്നാൽ 2024 മുപ്പത്തിനാലാമതായിട്ട് കൊടുത്ത സരസ്വതി സമ്മാനാണ്. ഓക്കെ ആണല്ലോ. ബിർള ഫൗണ്ടേഷൻ ആണ് സരസ്വതി സമ്മാൻ നൽകുന്നത്. ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ കിട്ടിയത് ഹരിവംശ റായു ബച്ചനാണ്. ഹരിവംശ റായു ബച്ചനാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ബിർള ഫൗണ്ടേഷൻ നൽകുന്ന സരസ്വതി സമ്മാൻ ലഭിച്ചത്. കേരളത്തിലെ കുടിയേറ്റ സ്മാരക വില്ലേജ് ഉദ്ഘാടനം ചെയ്തത് ഇടുക്കിയിലാണ്. കേരളത്തിലെ കുടിയേറ്റ സ്മാരക വില്ലേജ് ഉദ്ഘാടനം ചെയ്തത് ഇടുക്കിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ അന്തർവാഹിനി താവളം എന്ന് പറയുന്നത് INS വർഷ എന്നാണ് അതിന്റെ പേര്. അത് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് വിശാഖപട്ടണത്താണ് കാണപ്പെടുന്നത്. ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ അന്തർവാഹിനി താവളം INS വർഷ എന്നറിയപ്പെടുന്നു. അത് വരാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം എന്ന് പറയുന്നത് ആദ്യത്തെ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ്. ആ ആദ്യത്തെ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹത്തിന്റെ പേരാണ് X-20 എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിക്കുന്നതാണ് X-20 എന്ന് പറയുന്ന പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് X-20. അതിന് നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത് നിള എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തിയ ട്രെയിൻ എന്ന് പറയുന്നത് പഞ്ചവടി എക്സ്പ്രസ് ആണ്. മുംബൈ മഹാരാഷ്ട്ര കണക്ട് ചെയ്യുന്ന പഞ്ചവടി എക്സ്പ്രസിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഹോക്കി മത്സരങ്ങളിൽ പങ്കെടുത്ത് ഈ 2025 ഏപ്രിലിൽ വിരമിച്ച വ്യക്തിയാണ് വന്ദന കടാരിയ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത് വിരമിച്ച വ്യക്തിയാണ് വന്ദന കടാരിയ എന്ന് പറയുന്നത്.